പല ആൾക്കാരും ഞാൻ ഈ ക്യാമ്പിൽ ഒറ്റക്ക് കാണുമ്പോൾ എല്ലാവരും ഓർക്കും എനിക്ക് കുടുംബമില്ല, ഇവൻ ഏതോ താന്തോന്നിയായിട്ട്. വർഷങ്ങൾക്ക് മുമ്പൊക്കെ പ്രവാസികൾ എന്ന് പറയുന്ന ആൾക്കാർ അന്നത്തെ കാലത്ത് സ്വന്തം ഭാര്യയും മക്കളെയോ അല്ലെങ്കിൽ അപ്പനമ്മേനൊക്കെ വിട്ടിട്ട് അവർ പോയി അവിടെ വർക്ക് ചെയ്തിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അവർ ആർക്ക് വേണ്ടി ജീവിച്ചത്? സഹിച്ചേട്ടൻ മറ്റുള്ളവരുടെ കാര്യത്തിനൊക്കെ സോൾവ് ചെയ്ത് പറയുന്ന ഒരാളായിട്ട് സഹിച്ചേട്ടൻ എന്താണ്, സഹിച്ചേട്ടൻ എന്താ ഇപ്പം അപ്സെറ്റായി പോയെന്ന്. ആ ഹെൽമെറ്റിൻ്റെ വൈസറിൽ ഓരോ മഴത്തുള്ളി ഇങ്ങനെ ടിക് ടിക് എന്നുള്ള സൗണ്ട് കേട്ടപ്പില്ലേ, ഇൻസൈഡ് മീ ഐ വാസ് ക്രൈങ്. എനിക്ക് ഇതിനകത്ത് ക്യാമറ മുമ്പിലൊന്നും ഐ വോണ്ട് ടു ബി വെരി ട്രാൻസ്പെറൻറ്റ് ഓൺ മൈ പേഴ്സണാലിറ്റി. ഇതിനകത്ത് നമ്മൾ ഒളിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ലൈഫിൽ ട്രോമ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, പീപ്പിൾ ഡസൻ നോ അബൌട്ട് വാട്ട് ഈസ് എ റിയൽ ഡിപ്രഷൻ. നമുക്ക് സ്വന്തമായിട്ട് ഹീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ആരെങ്കിലും എന്നോട് സക്സസ്ഫുൾ മാൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആൻസർ ലൈക്ക്, if I can see the sunshine for tomorrow to make my dream comes true, then I am successful for the day. നമ്മളിപ്പോൾ ഇന്നുള്ളത് വട്ടവടയിൽ ബോബി വുഡ്സിൽ സജിയച്ചായൻ്റെ കൂടെയാണുള്ളത്. അതെ, സജിയച്ചായൻ്റെ വീഡിയോസ് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നതൊരു ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സജിച്ചാന് ഹു ഇസ് സജി എങ്ങനെയാണ്? കാരണം നമുക്കറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആളുകളെ കൂടെ നമ്മൾ 2 ദിവസം സച്ചിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ട്രയൽസും ഓഫ് റോഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ നമ്മളെ കൂടെ നമുക്ക് ഇവിടെ ഒരു ഓണറെ കൂടെ ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല, നമ്മളെ കൂടെ ഉള്ള ഒരാളായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങളൊരു പാഷനെ 100% നമുക്കതിൽ റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇതിൻ്റെ ഒരു പാസ്റ്റ് മുമ്പ് സഹിച്ചാന എവിടെയായിരുന്നു, എങ്ങനെയാണ് ഈ വട്ടവടയിൽ ഇങ്ങനെ റിമോട്ടായിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് എത്തിയെന്നുള്ളൊരു ആഗ്രഹം? ഇത് പലരും മിസ് ചെയ്യുന്നൊരു ചോദ്യമാണ്. എല്ലാവരും ആ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പണ്ട് മുതലേ ഒരു സോഷ്യൽ മീഡിയ ഒരു ഭ്രാന്തനൊന്നുമല്ല. ഞാൻ എൻ്റെ യാത്രകളോ ചെറിയ ചെറിയ യാത്രകളായാലും അത് ഞാൻ തന്നെ സന്തോഷിച്ച് പോകുന്നൊരു കാലങ്ങളായിരുന്നു. അപ്പം ചെറുപ്പം മുതലേ എനിക്കറിയാം, ഞാൻ ബൈക്ക് റൈഡ് വർഷം മുമ്പ് ഒരു സുസുക്കി ഷോഗണും RD ഒക്കെ ഉണ്ടായിരുന്നൊരു കാലത്ത് ഞാൻ ഷോഗണൊക്കെ കിട്ടുമ്പോൾ വീട്ടിൽ സ്ട്രിക്റ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ അവർ വിടാൻ ചിലപ്പോൾ ഒരു മോനല്ലേ ഉള്ളൂ, അപ്പോൾ ഇനി വല്ലതും പറ്റിയാലോ എന്നൊക്കെ ഓർത്തിട്ടായിരിക്കാം, അതിനുവേണ്ടി ഞാൻ 5 കല്യാണ കുറി എൻ്റെ സുഹൃത്തിനെ കൊണ്ട് ഫേക്ക് കാർഡ് ഉണ്ടാക്കി വെച്ചു. ഏതൊരു തൊടുപുഴയുടെ ഒരു പേരിൽ ഒരു അഡ്രസ്സ് വെറുതെ എഴുതി, ഒരു പെണ്ണിൻ്റെ പേരും എഴുതി, ഞങ്ങൾ ഫ്രണ്ട്സ്. എന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് വിളിക്കണത്, അങ്കിളും ആൻറ്റിയും വരണം എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിരുന്ന്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ആതിരപ്പള്ളി വാഴച്ചാൽ പോയൊക്കെ ചരിത്രമുണ്ട്. അപ്പോൾ അന്ന് തൊട്ടേ ഈ ബൈക്കിനോട് യാത്രകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അന്നിന്നും മനസ്സിലാക്കുന്നൊരു കാര്യം വെച്ചാൽ, നമ്മളൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരമോ ആരെയും തോൽപ്പിക്കണമെന്നൊന്നുമില്ല. ഒരു നേച്ചർ അല്ലെങ്കിൽ ഒരു ടെറൈൻ അല്ലെങ്കിൽ ഒരു ട്രെയിൽസൊക്കെ എൻജോയ് ചെയ്യുക, നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരൊക്കെ ആയിട്ട് നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതുകൊണ്ട് കിട്ടുന്ന കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുക, ഇതൊക്കെയായിരുന്നു. അങ്ങനെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഹോൾസെയിൽ ഈ 2 and 3 വീലേഴ്സിൻ്റെ ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇതിൻ്റെയൊക്കെ ഇതിനകത്ത് വർക്ക് ചെയ്തിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്കും ഈ വണ്ടിപ്രാന്ത് എന്തുണ്ടോ നമ്മളത് തേടി വരും എന്ന് പറഞ്ഞ പോലെ, നമുക്ക് ആ റിയൽ പാഷനാണ് ഇരിക്കുന്നത്, നമ്മുടെ സോൾ അതിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ പിന്നെ ഒരു ഹോണ്ട ഒരു ഡീലർഷിപ്പിൽ EVM ഗ്രൂപ്പ് അറിയുമായിരിക്കുമല്ലോ, അവിടെ ഞാൻ ഏറ്റവും ഫസ്റ്റ് എംപ്ലോയി ആണ് അവിടുത്തെ. 2001 മെയ്യിൽ ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെ 19 വർഷത്തെ അവിടെ സർവീസ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നായിരുന്നു. ഞാൻ നൈജീരിയയിൽ പോയി ഒരു മിനറൽ വാട്ടർ ഫാക്ടറിയുടെ പ്ലാൻ മാനേജറായിട്ട് വർക്ക് ചെയ്തു. പക്ഷേ അതൊരു 1.5 കൊല്ലം കഴിയുമ്പോൾ ഞാൻ പോകുന്നു. പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാനൊരു കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ മിസ്സിങ് ഒരു വിഷയമൊക്കെ വരും. എനിക്ക് അത്ര വലിയ പ്രാക്ടീസ് അല്ല, എല്ലാവരും വിട്ടുമാറി നിൽക്കുക എന്നുള്ളതിൻ്റെ ഒരു ഇതിൽ. അങ്ങനെ പിന്നെ ഹോണ്ടയിൽ കുറേ വർഷം സ്പെയർ പാർട്സിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്തു. പിന്നെ AGM സർവീസ് ആൻഡ് സ്പെയർസ്. പിന്നെ ഞാൻ ആ സമയത്ത് ഒരു 5 ഡീലർഷിപ്പോളം ബ്രാഞ്ചുകൾ തുടങ്ങി. അങ്ങനെ ടോട്ടൽ 10 ബ്രാഞ്ചിൻ്റെയും പിന്നെ എൻ്റെ ഓഫീസിൽ എൻ്റെ അണ്ടറിൽ ഒരു 172 എംപ്ലോയീസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഏത് വർഷമാണ് അത്? 2001 ഓൺവേർഡ്സ് ആണ്. ബ്രേക്ക് വന്നത് ഒരു 2003 തൊട്ട് 1.25 വർഷം. അപ്പം അന്ന് ബോസ് പറയായിരുന്നു, നീ എപ്പോൾ ഇവിടെ വന്നാലും നിനക്ക് ഇവിടെ ജോലി ഉണ്ടാവും എന്നുള്ളത്. ഈസ് എ വെരി നൈസ്. അറിയാമായിരിക്കും EVMൻ്റെ ഇപ്പോൾ സാബു ജോണി. അപ്പോൾ അങ്ങനെ അതൊരു കാലം. അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് എങ്ങനെയൊക്കെ എൻ്റെ പാഷനൊക്കെ ഭയങ്കര ക്രേസാന്നൊക്കെ അറിയാമായിരുന്നു. അങ്ങനെ ഡുക്കാറ്റി ഡീലർഷിപ്പൊക്കെ എടുത്തപ്പം
ഞാൻ അതിലേക്ക് ട്രാൻസ്ഫറായി. അങ്ങനെ ആദ്യം സർവീസും കാര്യങ്ങളൊക്കെ നോക്കി, സർവീസ് ഹെഡായിരുന്നു, പിന്നെ എന്നെ ബ്രാൻഡ് ഹെഡായി. അതേ സമയം തന്നെ ഒരു മൾട്ടി ടാസ്ക് എന്നുള്ള രീതിയിൽ ഇന്ത്യൻ മോട്ടോർ സൈക്കിൾസിൻ്റെയും സർവീസ് ഹെഡായിരുന്നു. ഇതൊന്നും പലർക്കും അറിയില്ല. എൻ്റെ ഇപ്പോഴും കുറേ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് ആ കാര്യത്തിൽ. താങ്ക്സ് ടു EVM, ലൈക്ക് അവർ കുറേ എന്നെ വിട്ട് ട്രെയിനിങ് കൊടുത്തല്ലോ, അവർക്കും ചിലവുണ്ടല്ലോ അതിനൊക്കെ. എല്ലാവർക്കും ഇവിടെ കൃഷി ചെയ്യുന്നതും ഓഫ് റോഡ് ചെയ്യുന്ന സച്ചാന് മാത്രമേ അറിയുള്ളൂ. ഇതിൽ ബാക്കപ്പ് ഉള്ളൊരു ബാക്കപ്പ് അത് തന്നെ. അത് ഞാനിവിടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു എക്സ്പൾസിൻ്റെ ക്ലച്ച് ബേൺ ആയിപ്പോയി. അപ്പോൾ എൻ്റെ ഈ ഇമ്പൾസും ഇതൊക്കെ അയക്കുന്ന ഒരു ക്ലച്ചിൻ്റെ ഞാൻ പ്രാക്ടീസ് ചെയ്തേക്കണത് തന്നെ ഈ അറിവുകൾ കൊണ്ട് അടിച്ച് ഊരാണ്ടിരിക്കുക, പ്രോപ്പർ ടൂൾസ് ഉപയോഗിക്കുക, അതൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങളുടെ ട്രെയിനിങ്ങിലും അത് തന്നെയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ വണ്ടി ഞാൻ നോക്കട്ടെ, ക്ലച്ച് പ്ലേറ്റ് എവിടുന്നെങ്കിലും ഒരെണ്ണം സാധാരണ മേടിച്ചാലും മതി, ഇവിടെ ഒറിജിനൽ കിട്ടില്ലായിരിക്കും. ഞാൻ എൻ്റെ കുറച്ച് മോഡൽസിൻ്റെ പേര് പറഞ്ഞു, ഇന്ന മോഡൽസിൻ്റെ എല്ലാം ഈക്വൽ ടു എക്സ്പൾസ് ആണ്. അപ്പോൾ പുള്ളി തിരിച്ചു വന്നപ്പോൾ പ്ലേറ്റ് ഇവിടെ അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഫിറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞ് പുള്ളി ഇവിടുന്ന് വീലൊക്കെ അടിച്ച് പോയപ്പോൾ പറഞ്ഞു, ഒരു സ്റ്റോറി ഇട്ടായിരുന്നു, അതായത് പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല എന്നും പറഞ്ഞു. അപ്പം പലർക്കും ആ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല. പക്ഷെ അത് എന്നെ കുറച്ച് പേരെങ്കിലും അറിയാൻ തോന്നിയത് വ്ളോഗറുണ്ട്, ഒരു യാസിം മുഹമ്മദ്. പുള്ളി ഇവിടെ വന്നൊരു വീഡിയോ, അത് ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് വന്ന്, അങ്ങനെ ഒരു എടുത്ത് വന്ന് അതിലൂടെ ഞാൻ പിന്നെ അറിയപ്പെട്ടു. അങ്ങനെ കാണാം. അല്ലാണ്ട് ഞാൻ എൻ്റെതായ ഒരു സെൽഫ് ഒരു എഫേർട്ട് എടുത്തിട്ടില്ല. ലൈക്ക് ഐ എം ഡൂയിങ് ദിസ്, ഐ വോണ്ട് ടു ഷോ പീപ്പിൾ, ലൈക്ക് ഞാൻ എന്നെ അറിയണം, അങ്ങനത്തെ ഒരു ഫെയിമിലേക്കൊന്നും ഞാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇവിടെ വന്ന് കുറേ സ്നേഹമുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഞാനോട്ടൊക്കെ മിങ്കിൾ ചെയ്യുമ്പോൾ ദേ ഓൾവേസ് ഫീൽ ലൈക്ക് എ ഹോം. ഞാനും അങ്ങനെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് അതാണ് എൻ്റെ പേഴ്സണാലിറ്റി, അത് തന്നെയാണ് റിയൽ മീ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ കുറേ പോസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് തന്നെ ബൂസ്റ്റപ്പ് ചെയ്ത് വന്നൊരു എൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. അല്ലാണ്ട് ഞാനായിട്ടൊന്നുമില്ല. ഞാനെപ്പോഴും ആലോചിക്കും, എപ്പോഴും കുറേ ഓഫ് റോഡ് ആദ്യമൊക്കെ പോകുമ്പോൾ വണ്ടിയും കൊണ്ട് ഈ ആൾക്കാർ വരുമ്പോൾ ഞാനും ചാടി കയറി ആദ്യം എൻ്റെ വണ്ടി എടുത്ത് പോകും. പിന്നെ മെയിൻ്റനൻസ് കുറേ ആയപ്പോഴത്തേക്കും ഞാൻ എടുക്കുന്ന ഈ പാക്കേജിലൊന്നും എനിക്ക് മുതലാവില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ആ പരിപാടി നിർത്തി, അവരുടെ വണ്ടി പോകും. അപ്പോൾ ഏറ്റവും ആദ്യം പൈലറ്റായിട്ട് പോകുമ്പോൾ വഴി കാണിക്കാൻ ഞാനല്ല പോണേ, എൻ്റെ വീഡിയോ ആരും എടുക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നൊരു മൈൻഡൊന്നും എനിക്കില്ല. അപ്പോൾ ഈ കൊറോണ എല്ലാം കഴിഞ്ഞ് കോവിഡ് അത് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നു. റിസൈൻ ചെയ്ത് പിന്നെ ഒരു 8 മാസം ഇപ്പം വിളിച്ചായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഐ ചേഞ്ച് മൈ പ്ലാൻ. ബിക്കോസ് ഇതെൻ്റെ ഈ നേച്ചറും ഈ ക്യാമ്പിങ്ങും ഒക്കെ, ഞാനെപ്പോഴും യാത്ര പോകുമ്പോൾ ക്യാമ്പിംഗ് എല്ലാം ചെയ്തിരുന്നു. അപ്പോൾ മാക്സിമം ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും വെക്കാണ്ട് ഒരു നേച്ചർ ഫ്രണ്ട്ലി ആവുക, ഒരു കൺസെപ്റ്റ് ഓഫ് ഡേ വിത്ത് നേച്ചർ എന്നുള്ള സ്റ്റേ ആണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അവിടെ എനിക്ക് ലക്ഷറിയെക്കാളും ഓഫ് കോഴ്സ് നമ്മളൊരു ഒരു ഹൈജീനൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം, വാഷ്റൂംസ് നല്ലതായിരിക്കണം, പക്ഷേ അതിന് ഫുഡ് നല്ലതായിരിക്കണം. ഫ്രോസൺ ഫുഡൊന്നുമില്ല ഇവിടെ, ഫ്രിഡ്ജില്ല, ഒന്നുമില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഈ ഓട്ടോമോട്ടീവ് ഫീൽഡിൽ നിന്ന് ഒറ്റയടിക്ക് ഞാൻ മാറിയത് എൻ്റെ മനസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ട്രയംഫ് ബോണി ഒരു വണ്ടി വിറ്റിട്ട് ഞാനൊരു ജിപ്സി പുതിയ മേടിച്ചു. പിന്നെ ഇതെല്ലാം തുടങ്ങി വന്നപ്പോൾ ഇനി ഇതിൻ്റെ ലോണും കൂടി അടയ്ക്കണം, ഇത് മാറ്റി വേറൊരു മാർഷൽ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ശരിക്കും അതൊരു 4 പേരും കൂടി ഗ്രൂപ്പായിട്ട് എടുത്തൊരു വണ്ടി. അത് എല്ലാവരും ഞങ്ങൾ 4 പേരും കൂടി ഓൾ ഇന്ത്യ ട്രിപ്പ്. അങ്ങനെയാണ് ഈ മാർഷൽ ഈ കളർ അടിച്ചപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, എടാ നീക്ക് എന്ത് കളറാണ് നീ അടിച്ചു വെച്ചേക്കണമെന്ന് പറഞ്ഞു. ഞാനത് സജസ്റ്റ് ചെയ്ത്, മണ്ണിൻ്റെ കളറുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ തന്നെ യൂസ് ചെയ്യണം വെച്ചാൽ അതൊക്കെ അവിടെ നിന്ന് വേറെ ഒന്നുമില്ല. അത് ഞാൻ കുറേ പൈസ മുടക്കി റീടെസ്റ്റ് ചെയ്ത് വണ്ടി വെറുതെ ഒരു കാട്ടി കിടക്കായിരുന്നു, പാമ്പൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി അത് റീസ്റ്റോർ ഇവിടെ കൊണ്ടുവന്നു, റീടെസ്റ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങനെയാണ് ഈ മാർഷലിനെ ഇവിടെ പെട്ടെന്ന് മീഡിയയിൽ ഈ വണ്ടി യാസിമോ വൈറലായത്. അപ്പോൾ അത് ഇയാളൊരു വയസ്സ്. പിന്നെ നോക്കുമ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ ഇതേ വയസ്സ് തന്നെ ചിലർ പറയും ഞാൻ മോഡിയാണോ, നരേന്ദ്രമോദിയാണോ, താടിയൊക്കെ വെച്ചിട്ട് ഹാഫ് ഫേസ് ഹെൽമെറ്റ് വെച്ചിട്ട്. എന്നിട്ട് ഞാൻ ഒരു ദിവസം ഒരു ബൈക്കൊക്കെ ഇട്ടൊന്ന് വീലടിച്ച് ജമ്പ് ചെയ്ത് പോകുന്നു. അപ്പോൾ ആൾക്കാർ പീപ്പിൾ ആർ സോ ജഡ്ജ്മെൻ്റൽ എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ദേ ആക്ച്വലി ജഡ്ജ് ബൈ എൻ്റെ വെള്ളത്താടി അല്ലെങ്കിൽ അപ്പോൾ ചിലർ തമാശയ്ക്ക് ചില കമൻസൊക്കെ ഭയങ്കര രസമാണ്, ഫണ്ണിയാണ്. പറയും ഈ മച്ചാൻ താടി വെറുതെ വെളുപ്പിച്ചിട്ട് ഷോ കാണിക്കണേണ്, ഇങ്ങനെയൊക്കെ ഈ പ്രായമൊന്നുമില്ല, മനസ്സിലായി. അപ്പോൾ ആൾക്കാർ ഈ പ്രായത്തിന് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ പ്രായം അത് നമുക്കൊരിക്കലും തടയാൻ പറ്റാത്തതാണ്. പക്ഷെ നമുക്ക് മൈൻഡിനെ നമുക്ക് കുറേ കൂടി നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. ലൈക്ക് വി ഷുഡ് ബിലീവ് അവർസെൽഫ്. യെസ്, വി ഷുഡ് ബിലീവ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ. അത് ചെയ്യാൻ പറ്റുന്ന കാലത്തോളം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും ഞാൻ ഇവിടെ ചെയ്യും. ഇത് തുടങ്ങിയപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ, പ്ലംബിങ്. എൻ്റെ ഫാദർ വരെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഒരു സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങിയൊരു സംഭവമാണിത്.
അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഈ എന്താ പറയുക ഓട്ടോമോട്ടീവ് ഫീൽഡിൽ നിന്ന് നേരെ ഇങ്ങോട്ട് മാറിയത്. ഇതിനകത്തൊരു ഹാപ്പി എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഈ മാർഷൽ ആദ്യം എടുത്ത സമയത്ത് ഒരു ഓൾ ഇന്ത്യ പോകുന്നിടത്തേക്ക് ഇപ്പം ഒരു മാസം ലീവ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ഇഷ്യൂ. അത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഇന്നേ വരെ സത്യം പറഞ്ഞാൽ ആ സമയങ്ങളിലൊന്നും എനിക്കൊരു ലേ ലഡാക്ക് പോകുമ്പോൾ അതെന്താണെന്ന് പറയും മനസ്സിൽ തോന്നുന്നത്. ബൈക്കേഴ്സ് ആരെങ്കിലും വരുമ്പോൾ എന്നോട് ചോദിക്കും, ഓ ചേട്ടാ എൻ്റെ വീഡിയോ കണ്ടു, ചേട്ടാ ലേ ഒക്കെ പോയിട്ടുണ്ടോ? ഇല്ല, ഒരു മഹാബലേശ്വരം വരെയൊക്കെ റൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഓ അത്രേ ഉള്ളൂ എന്നുള്ള ഐ ക്യാൻ ഫീൽ ഫ്രം ദെയർ ഫേസ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ പലരും ചിന്ത ലേ ലഡാക്കിൽ പോയാലാണ് ചന്ദ്രനിൽ പോയ പോലെ അയാൾ ബൈക്കറായി അല്ലെങ്കിൽ അയാൾക്കൊരു ഐഡൻറ്റിറ്റി. അതാണ് പ്രശ്നം. ഓരോരുത്തർക്ക് ഓരോ സാഹചര്യം. ഇത് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാം കഴിഞ്ഞ് എല്ലാം ഇട്ടിട്ട് വേണം ഒരു പോക്ക് പോകാൻ പറ്റും. അത് എവരിബഡി ക്യാൻ ഡു ദാറ്റ്. എല്ലാവരും ടൈം ആണ് പ്രശ്നം. ഇപ്പോൾ ഞാനെപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ടൈം എന്ന് പറഞ്ഞാൽ ടൈം ഈസ് എ റിമൈൻഡർ ഇൻ യുവർ ലൈഫ്. റിമൈൻഡർ മാത്രമാണ് ടു മേക്ക് യുവർ ഓൺ പ്രയോറിറ്റീസ്. അപ്പോൾ എൻ്റെ പ്രയോറിറ്റി വേറെ പലതില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആ യാത്ര അത്രയും വേണ്ട. ഞാൻ സന്തോഷവാനായിരുന്നു. ചെറിയ ചെറിയ യാത്രകൾ 1-2 എൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് പോവുക. അല്ലാണ്ട് പോക്കറ്റ് കാലിയാക്കി കടവും മേടിച്ച് ലോകം മുഴുവൻ ചുറ്റിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അവസാനം ആ സ്ട്രെസ് മുഴുവൻ കടം തീർക്കാൻ വേണ്ടി നമ്മൾ അപ്പോൾ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ സ്ട്രെസ് ഫ്രീ ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. പലരും യാത്ര ചെയ്യുമ്പോൾ ലോണൊക്കെ എടുത്തിട്ട് ലേ ലഡാക്കൊക്കെ പോകുന്നവരുണ്ട്. സാധനങ്ങൾ അങ്ങനെ മേടിച്ച് അതിലൊന്നും അത് ചിലപ്പോൾ അവരുടെ ആഗ്രഹം അവർക്കൊട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് കഴിയുമ്പോൾ ആ വന്നു കഴിയുമ്പോൾ പിന്നെ ഈ ഇതിൻ്റെ റീപേയ്മെൻറ്റ് നോക്കുമ്പോഴത്തേക്കും ദൈവം ഞാൻ പോയത് എന്തിനായിരുന്നു അങ്ങനെയുണ്ട്. അങ്ങനെ ഇവിടെ തുടങ്ങിയ സമയത്തൊക്കെ വണ്ടിയൊക്കെ ഇപ്പം നമ്മൾ ഇന്നലെയൊക്കെ ഓടിയോ പോലെയല്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ മനസ്സിലാക്കുകയാണ് കാര്യങ്ങൾ. ഓരോ പ്രാവശ്യം വണ്ടി പെടുമ്പോൾ സെൽഫ് സർവൈവൽ സാധനമുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പ് സാമച്ചാൻ്റെ RNT വന്നപ്പോൾ പുള്ളി പഠിപ്പിച്ച ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് പുള്ളിയുടെ ആ ട്രെയിനിങ്ങിൽ ഭയങ്കരമായിട്ടൊരു ഗുണം ഉണ്ടായെന്നുള്ള എനിക്ക് മനസ്സിലായത്. ഓരോരുത്തർ ഓടിക്കുമ്പോൾ എനിക്കറിയാം കുറച്ച് അങ്ങോട്ട് കിടക്കുന്ന ഹെൽപ്പ് പറയേണ്ടി വരുമെന്നല്ലാണ്ട് എല്ലാവരും ഭയങ്കര കോൺഫിഡൻസോടെ എടുക്കാനും അത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുകയും ചെയ്തു. അത് ആ ട്രെയിനിങ് തന്ന പുള്ളിയുടെ തന്നെ ഗുണമാണെന്നുള്ള യാതൊരു സംശയമില്ല. ട്രെയിനിങ് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ മണി ഓൺലി. മണി പൈസ തന്നു എന്ന് വിചാരിച്ചിട്ട് പുള്ളി അതിൽ പാഷനായിട്ടാണ്. അത് പുള്ളി ഒരു പ്രൊഫഷണൽ. ആ പാഷനാണ് എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചത്. കാരണം നിങ്ങൾ 5 പ്രാവശ്യം വന്നാലും എൻ്റെ സ്വഭാവം നിങ്ങളോടുള്ള ഒരേപോലെ ആയിരിക്കും. എൻ്റെ രീതികൾ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ. കാരണം എനിക്ക് മടുപ്പ് വരില്ല. നമ്മൾ ഒരു ബിസിനസ് ആയാലും എന്ത് സംഭവം തുടങ്ങുമ്പോഴും നമ്മുടെ ഉള്ളിൽ അതിനോടൊരു സ്നേഹം വേണം. ഒരു പാഷൻ ഉണ്ടെങ്കിൽ എന്താ കുഴപ്പമില്ല, നമുക്ക് മടുക്കില്ല. അല്ലെങ്കിൽ എന്തറിയോ, എന്നാൽ ഫുഡ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെയാവും. അത് ഹോസ്പിറ്റാലിറ്റിനെ ബാധിക്കും. അങ്ങനെയുള്ള ഒരു ടൂറിസം അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിൽ നമുക്കൊരു പാഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അത് ആക്ച്വലി കാശ് മേടിച്ചിട്ട് അവർ വെറുപ്പിക്കുന്നതിന് തുല്യമാണ്. എല്ലാ എക്സാമ്പിളുള്ള എന്നാലും നമ്മൾ ഫസ്റ്റ് ഡേ എല്ലാവരും ഫുഡിന് വെയിറ്റ് ചെയ്യായിരുന്നു. സെക്കൻഡ് ഡേ എല്ലാവരും കിച്ചൺ വന്നിട്ട് എല്ലാവരും സെർവ് ചെയ്തിട്ട് കൂട്ടായിട്ടിരുന്നു. അതെ ആ ഒരു ഫീലിംഗ് എല്ലാവർക്കും, ഒരു ഹോമി ഫീലിംഗ് എല്ലാവർക്കും ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മെയിനായിട്ട് കൃഷിയും കൂടെ ഉണ്ടല്ലേ? കൃഷി ഇപ്പോൾ 3 വർഷം കഴിഞ്ഞപ്പോൾ ചെയ്യാൻ നോക്കി. ഉരുളക്കിഴങ്ങ് ചെയ്തു. ആക്ച്വലി നമ്മുടെ ഹെൽപ്പർ മന്മൻ പുള്ളിക്കാണ് മെയിനായിട്ട് അതിനകത്ത് കാര്യം. അപ്പോൾ ഞാൻ പുള്ളി ചെയ്തോ കുഴപ്പമില്ല, നല്ല കാര്യം, ഒരു കാടൊക്കെ ക്ലീൻ ചെയ്തിട്ടും അങ്ങനെയൊക്കെ ഓർത്ത് ഞാൻ. പക്ഷേ അദ്ദേഹം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് 10,000 രൂപ ലാഭമൊന്നും കിട്ടിയിട്ടുണ്ട്. പക്ഷേ 3 മാസം ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഈ കൃഷി എന്ന് പറയുന്ന സാധനം പല സ്ഥലത്തും ഇല്ലാണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ നിന്നാണ്. ഞാൻ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള സത്യം. ആ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇടനിലക്കാരുടെ ഒരു പ്രശ്നമുണ്ട്. ഇവരൊരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേറ്റിന് ഇവർ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇപ്പം ഞാൻ കുറേ കൂടി ഡെപ്തിലേക്ക് പോയപ്പോൾ ഇവിടെ പല കർഷകരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കടം മേടിക്കും. അവർക്ക് അടിക്കാനുള്ള വളവും മരുന്നും വിത്തും ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ കയ്യിലാണ്, മോണോപ്പൊളിയായി. ഇതിപ്പം ഞാൻ ഒരു സാധനം മേടിച്ചിട്ട് ഞാൻ വേറെ സ്ഥലത്ത് നിങ്ങളാണൊരു ഏജൻറ്റെങ്കിൽ നിങ്ങൾക്ക് തരാം, നിങ്ങളുടെ വില കൊണ്ട് ഞാൻ ഒത്തില്ലെങ്കിൽ ഞാൻ വേറൊരു വ്യക്തിയോട് ചെല്ലുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, നിങ്ങൾക്കൊരു യൂണിയൻ ഉണ്ട്, ഇന്ന ആൾ വരുന്നുണ്ട് കേട്ടോ, സാധനം മേടിക്കരുത്, ചവിട്ടി താത്തിക്കോ റേറ്റ് എന്ന്. എങ്ങനെ കർഷകൻ പിന്നെ രക്ഷപ്പെടും? അതായത് എൻ്റെ ഒരു അഭിപ്രായം, ഗവൺമെൻറ് ആയാലും കൃഷിഭവനായാലും ഈ കൃഷി ചെയ്യുന്നവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതാത് സമയത്തുള്ള മാർക്കറ്റിലെ വിലയുടെ ഇത്ര % മസ്റ്റായിട്ട് കൃഷിക്കാരന് കിട്ടണം എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നാൽ തീരാവുന്ന പ്രശ്നമുള്ളത്. കാര്യം ഭയങ്കര പുള്ളി 3 ദിവസം മൂഡ് ഓഫ് ആയി, ചേട്ടാ ഒന്നും ചെയ്യാനുള്ള താങ്ങുവില എപ്പോഴും
കൊടുക്കണമെന്നില്ല. ആ സബ്സിഡിയൊക്കെ ഉണ്ട്, പക്ഷേ സബ്സിഡിയൊക്കെ എനിക്കറിയില്ല അത് എത്രത്തോളം പ്രാക്ടിക്കലാവും എന്നുള്ളത്. 3 മാസം ഈ എന്താ പറയുക, കാട്ടുമൃഗങ്ങളൊന്നും കയറാതിരിക്കാനും പന്നി കയറാതിരിക്കാനും കുരങ്ങന്മാർ രാവിലെ എന്നിട്ടും കയറി നിങ്ങൾ വേരിങ്ങനെ പൊളിച്ചെടുക്കും അത് ചെടിയോടുകൂടി. അത് വെച്ചാൽ കിഴങ്ങുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. എഫേർട്ടിനനുസരിച്ചുള്ള ഇല്ല 3 മാസം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു ഡെയിലി ലേബർ, ആ വ്യക്തിയുടെ ആ ഒരൊറ്റ ഒരാളുടെ ഡെയിലി ടച്ച് മാത്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടം കൊണ്ടായിട്ടും കൃഷി വീണ്ടും ചെയ്യണത്. അടുത്തൊരു ജനറേഷൻ ഒരിക്കലും ഇതിലേക്ക് വരാൻ സാധ്യതയില്ല. കാരണം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടും, പച്ചക്കറിക്കൊക്കെ വില കൂടും. ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിങ്ങളൊരു ഒരു ഫൈനൽ ഒരു ഡെസ്റ്റിനേഷൻ എന്താണ്? ഇത് എങ്ങനെ ഏത് രീതിയിൽ അങ്ങനെ ഇല്ല. എനിക്ക് ആ നേച്ചറിനെ അതിൻ്റെ പോലെ തന്നെ എനിക്ക് കാടാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു മൈൻഡാണ്. കാരണം ഭയങ്കര ആശ്വാസമാക്കാനുള്ള അങ്ങനത്തെ ഒരു മൈൻഡേ എനിക്കില്ല. കാരണം വെച്ചാൽ ഐ ഹാവ് സം അതർ പ്ലാൻസ്. ലൈക്ക് എനിക്ക് സമയം പറ്റാത്തതുകൊണ്ടാണത്. എൻ്റെ പ്രയോറിറ്റിയിലൊക്കെ അങ്ങോട്ട് മാറിയിട്ടില്ല. അതായത് യൂട്യൂബിൽ യാത്രകളുടെ വീഡിയോ ചെയ്യണം, കുക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്യണം. കുക്കിംഗ് പക്ഷേ ഞാൻ ഇത് ചെയ്യത്തില്ല, ഈ ഹോട്ടൽ റിവ്യൂസ് ഞാൻ ഒരിക്കലും ചെയ്യില്ല. അത് ഫുഡ് കഴിക്കുന്നതിനെ കാണിച്ച അടിപൊളിയാണ് അത് ഞാൻ ചെയ്യില്ല എന്ന് അവർ ചെയ്യുന്നവരോടൊന്നും മോശമൊന്നുമല്ല ഉദ്ദേശിച്ച്. എനിക്കത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ എൻ്റെ പേഴ്സണൽ റീസൺ ഉണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അത് വേറൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു മൈൻഡ്ഫുൾ ലിവിങ്ങിൽ കുറേ തോട്ട്സ് എനിക്ക് വരും, അപ്പം അതെനിക്ക് ചെയ്യണ്ട എന്നുള്ളത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതല്ലാതെ എന്തെങ്കിലും ഒരു ഡ്രീം ഇനി ചെയ്യാൻ പറ്റാതെ ഇല്ലെങ്കിൽ ചെയ്യണം എന്ന് വിചാരിക്കണം എന്തെങ്കിലും ഡ്രീം ഉണ്ടോ? ഡ്രീമിനെ പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ആരെങ്കിലും എന്നോട് സക്സസ്ഫുൾ മാൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആൻസർ ലൈക്ക് ഇഫ് ഐ ക്യാൻ സീ ദ സൺഷൈൻ ഫോർ ടുമാറോ ടു മേക്ക് മൈ ഡ്രീം കംസ് ട്രൂ ദെൻ ഐ എം സക്സസ്ഫുൾ ഫോർ ദ ഡേ. നമ്മളെല്ലാവരും സപ്പോസ് ഇപ്പോൾ ബ്രദറിൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, 10 ലക്ഷമോ 20 ലക്ഷമോ എന്തായിക്കോട്ടെ. യു ആർ പ്ലാനിങ് നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് എന്തോ തുടങ്ങണം. നാളെ നിങ്ങൾക്ക് സൺറൈസ് കാണാൻ പറ്റില്ല, എന്ത് ചെയ്യും? ഹൗ ക്യാൻ യു സേ ദാറ്റ് യു ആർ എ സക്സസ്ഫുൾ മാൻ? അതായത് നമ്മൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ലൈഫിലെ ഒരു ടാർഗറ്റ് പോലെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ടാർഗറ്റ്. ഇപ്പം നമ്മൾ 3 പേരുണ്ട് അല്ലേ? ഈ 3 പേരിൽ നിങ്ങളും ഞാനും അദ്ദേഹവും. അപ്പോൾ 3 പേർക്കും നമ്മളെടുക്കുന്ന എഫേർട്ടിനെയാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ് വരുന്നത്, നമ്മുടെ ഡ്രീം കംസ്. അപ്പോൾ നമ്മൾ ഉഴപ്പി നടക്കുവാണെങ്കിൽ നമ്മൾ 3 പേരും പല പല റേഞ്ച് ഓഫ് ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ഡ്രീംസൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇഫ് യു ആർ നോട്ട് ട്രൈയിങ് ടു അച്ചീവ് യുവർ ഡ്രീം ദെൻ ഇറ്റ് വോണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ബാധിക്കാം, വേറെ പല എഫക്റ്റ് നെഗറ്റീവ് സംഭവങ്ങളൊക്കെ വരാം. ഇതൊന്നും ഇല്ലാണ്ട് ഇതിനെ ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൺസ് ഒരു ഡ്രീം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വി ആർ ഹ്യൂമൻസ്, നമ്മുടെ അടുത്ത ഡ്രീം വന്നിരിക്കും. ശരിയല്ലേ? സോ ഡ്രീംസ് ഒരിക്കലും നിൽക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഡ്രീംസും നമ്മൾ അതിനാണ് പറഞ്ഞത്, ഓരോ ഡ്രീംസിന് ഇഫ് ദർ ഈസ് എ സൺഷൈൻ ഫോർ ടുമാറോ ടു മേക്ക് മൈ ഡ്രീംസ് കം ദെൻ ഐ ക്യാൻ സേ ഐ ആം സക്സസ്ഫുൾ, ഐ എം ബിക്കം സക്സസ്ഫുൾ എവറി ഡേ. എന്ന് വെച്ചാൽ നമുക്ക് ഡ്രീം ചെയ്യാം. ഭയങ്കര ഡ്രീമല്ല, എനിക്ക് ചെറിയ ചെറിയ ഡ്രീം നമുക്കുള്ള എല്ലാ മനുഷ്യർക്കുള്ള പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ എനിക്ക് ഡ്രീം ട്രാവലിംഗ് തന്നെയാണ് ഇനി എൻ്റെ കുറച്ചും കൂടി. ഇപ്പോൾ ഐ ആം 51, ചിലർ 60 വയസ്സെന്നൊക്കെ പറയും, താടിയും ഇങ്ങനെയൊക്കെ ഇരിക്കണമുണ്ട്. പക്ഷേ 51 വയസ്സുണ്ട് ഇപ്പം. എനിക്ക് എൻ്റെ ഡ്രീംസ് എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ യാത്രകൾ ചെയ്ത് കുറേ സ്ഥലങ്ങളും കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യണം, അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും ഇതൊക്കെ ഒന്ന് അഡാപ്റ്റ് ചെയ്യണം, പഠിക്കണം. അതിനകത്തുനിന്ന് കുറച്ച് അതാണ് മൈൻഡ്ഫുൾ ലിവിങ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാം കണ്ടിട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ. എപ്പോഴും പറയും ഓരോ പുതിയ യാത്രകളും പുതിയ അനുഭവങ്ങളും പുതിയ തിരിച്ചറിവുകളാണ് എല്ലാ യാത്രയും. ഉറപ്പായിട്ടും അതെ. എനിക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഞാൻ ഈ ക്യാമ്പിങ് ഇത് തുടങ്ങണമെന്ന് പണ്ട് മുതലേ ഇപ്പോഴൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ചെറിയൊരു മണ്ടത്തരത്തിനകത്ത് പറ്റി, ഒരു അക്കിടി പറ്റിയത്. ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ലാവിഷായിട്ട് യാത്ര ചെയ്യാമല്ലോ എനിക്കിന്ന്. പക്ഷേ എല്ലാ വീക്കെൻഡും എവിടെയെങ്കിലും പോയാലേ ഉള്ളൂ വേറെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാനോ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഗസ്റ്റ് ഉണ്ടാവും, ഐ ആം ലോക്ക്ഡ്. അപ്പോൾ ഞാൻ അതിന് സൊല്യൂഷൻ കാണണം, എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു. എൻ്റെ സ്ട്രെസ്ഫുൾ ടൈമിന് ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് വിചാരിച്ചപ്പോൾ ഇട ദിവസങ്ങളിൽ ഞാൻ എനിക്ക് പരിചയമുള്ള കുറേ സ്ഥലങ്ങളൊക്കെ പോയി. ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് വരട്ടെ, അവിടെ വന്നിട്ട് ഐ ഡു പേ കേട്ടോ. അവിടെ പോയി താമസിക്കും കുറച്ച് നേരം. ഞാൻ എൻ്റെതായ ഒരു ഹീലിംഗ്, അത് ഒരു മ്യൂസിക് സംഭവം, ചിലപ്പോൾ 2 പേക്കൊക്കെ അടിക്കുമായിരിക്കും, അത്രേ ഉള്ളൂ. ഐ ഡോണ്ട് സ്മോക്ക്. എനിക്ക് ഇതിനകത്ത് ക്യാമറയുടെ മുമ്പിലൊന്നും ഐ വോണ്ട് ടു ബി വെരി ട്രാൻസ്പെറൻറ്റ് ഓൺ മൈ പേഴ്സണാലിറ്റി. ഇതിനകത്ത് നമ്മൾ ഒളിക്കേണ്ട കാര്യമില്ല. അതെ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് പാട്ട് കേട്ട് സ്റ്റാർ ഉണ്ടെങ്കിൽ സ്റ്റാറിന് നോക്കും, അല്ലേ നമ്മളങ്ങ്
പീസായിട്ടിരുന്ന് അതൊക്കെ ഇങ്ങനെ അതൊരു ഹീലിംഗ് ആണ്. ലൈക്ക് ഞാൻ എപ്പോഴും മനസ്സിലാക്കാറുണ്ട്, നമുക്ക് എന്ത് ലൈഫിൽ ട്രോമ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, പീപ്പിൾ ഡസൻ നോ അബൌട്ട് വാട്ട് ഈസ് എ റിയൽ ഡിപ്രഷൻ. നമുക്ക് സ്വന്തമായിട്ട് ഹീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കൗൺസിലിംഗ് പോലെയൊക്കെ എനിക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ചില ആണുങ്ങളും പെണ്ണുങ്ങളും വന്നിട്ടുണ്ട് ഇങ്ങനെ, ലൈക്ക് ദേ ആർ ഫേസിങ് സം പ്രോബ്ലം. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഇവർ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ, ഞാൻ ഒരു സുഹൃത്തിന് എന്താ മെസ്സേജ് ഇപ്പോൾ സഹിച്ചേട്ടൻ മറ്റുള്ളവരുടെ കാര്യത്തിനൊക്കെ സോൾവ് ചെയ്ത് പറയുന്ന ഒരാളായിട്ട്, സഹിച്ചേട്ടൻ എന്താണ്, സഹിച്ചേട്ടൻ എന്താ ഇപ്പം അപ്സെറ്റായി പോയെന്ന് അവർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ പണ്ടൊരു ഡോക്ടർ വന്നിരുന്നു, ഹസ്ബൻഡ് വൈഫ്, ആൾ ഒരു ഡോക്ടറാണ്, പുള്ളി കൗൺസിലിങ് ഇതെല്ലാം ചെയ്യുന്നത്. ആൾ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ വന്ന 2 ദിവസം. പറയുന്നതെന്ന് വെച്ചാൽ ഇവർ ഈ പറഞ്ഞ പേഷ്യൻസിൻ്റെ ഓരോ പേഷ്യൻ്റ് ഓരോ എനർജീസ് ഇങ്ങനെ അതാണ് എൻ്റെ പ്രോബ്ലം ഇതാണെന്ന് കേട്ടിട്ട് ഇവർക്കത് വരും. ഇവർക്ക് ഭയങ്കര മെൻ്റൽ സ്ട്രെസ് വരും, അതിനറിയില്ല. അപ്പം വി ഓൾ ആർ ഹ്യൂമൻ, എവ്രി പീപ്പിൾ ഹാവ്, അവർക്ക് അവരുടേതായ ചില സ്ട്രെസ് ഉണ്ടാവും. അതിനെ ഞാൻ കാണുന്നൊരു വഴി നമ്മുടെ ഈ പറഞ്ഞ പോലെ വെള്ളം അടിച്ച്, ഞാൻ ഒരിക്കലും ഭയങ്കര ടെൻഷനായിരിക്കുന്ന സമയത്തോ ഒന്നും ഞാൻ മദ്യപിക്കുന്നില്ല. അത് റീസണല്ല. മദ്യപാനം എന്ന് പറയുന്നത് അതിലും ഭേദം യു ക്യാൻ ഹാവ് ഉറക്കഗുളിക കഴിച്ചാലും എല്ലാം സെയിം തന്നെയാണ്. അല്ലെങ്കിൽ ബാക്കിയുള്ള ലഹരി പദാർത്ഥങ്ങൾ എന്തിനാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ കുറച്ച് നാളും ഇതുപോലെ കഴിഞ്ഞ ഈ ഓഗസ്റ്റിലായി ഭയങ്കര മഴ, ഗസ്റ്റുകളൊന്നും എടുക്കാൻ പറ്റാത്ത മഴ. മൈ ഗോഡ്, സി വി നീഡ് ടു ഗെറ്റ് സം മണി ടു ലിവ്, റൈറ്റ്? അപ്പോൾ എൻ്റെ കാൽക്കുലേഷനൊക്കെ തെറ്റുവാണല്ലോ. എന്നിട്ട് ഞാൻ വീട്ടിൽ എറണാകുളത്ത്, എൻ്റെ ഫ്രണ്ടും കൂടെ വരണം, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യും, എനിക്കിവിടെ ബൈക്ക് എടുക്കണം, എൻ്റെ ഇവിടെ ബൈക്ക് ഇരിക്കുക, എനിക്ക് അല്ലെങ്കിൽ അവിടെ ഇരുന്ന് പറ്റണുള്ള ഒരു 20 ദിവസം അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് പറ്റുന്നില്ല. ഇവിടെ വന്നിട്ട് ബിലീവ് മീ, ഞാൻ ആ പള്ളിവാസൽ കഴിഞ്ഞപ്പോൾ മഴ ചാറി, ആ ഹെൽമെറ്റിൻ്റെ വൈസറിൽ ഓരോ മഴത്തുള്ളി ഇങ്ങനെ ടിക് ടിക് എന്നുള്ള സൗണ്ട് കേട്ടപ്പില്ലേ, ഇൻസൈഡ് മീ ഐ വാസ് ക്രൈങ്, കണ്ണീരൊക്കെ വന്നു. ഇറ്റ്സ് ബിക്കോസ് ഞാൻ എൻ്റെ ആ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, ആ മഴത്തുള്ളി മാറ്റിയെടുത്ത്. സോ നേച്ചറിന് ആ ഒരു കഴിവുണ്ടെന്നുള്ളതാണ്. അതായത് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യണം. അത് ഭയങ്കര ഹീലിംഗ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇങ്ങനെ കുറേ കാര്യം എനിക്കറിയില്ല, ടോപ്പിക്കൊക്കെ നീണ്ടുപോകുമെന്നറിയില്ല. ഇത് സജിറ്റേറ്റനുള്ള ഒരുപാട് ഇൻടേക്കുകൾ നമുക്ക് കിട്ടി. ഒന്നാമത് പുള്ളി ഒരു വലിയൊരു പ്രൊഫഷണലിൽ അദ്ദേഹം നല്ല മികവ് പുലർത്തി. അദ്ദേഹത്തിന് ഇന്നും ആ കമ്പനിയിലേക്ക് ഓൾവേസ് വെൽക്കം ആണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഡെസ്റ്റിനി, അദ്ദേഹത്തിൻ്റെ ഒരു പാഷന് അദ്ദേഹം കണ്ടെത്തി. ആ പാഷനിൽ അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ട് അത് ഏറ്റവും നല്ല ഭംഗിയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഡ്രീമുകളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഡ്രീം നമ്മൾ കണ്ടത് അതെങ്ങനെ ഫുൾഫിൽ ചെയ്യണം, നമ്മളെ പാഷൻ നമ്മളെങ്ങനെ കൊണ്ടുനടക്കണം, ഒരുപാട് ഡൂസും ഡോൺസും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നു. ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ സൈറ്റേറ്റൻ ഒരു നല്ലൊരു നമുക്കൊരു മോട്ടിവേഷൻ തന്നെയാണ്, ഇൻസ്പിറേഷൻ തന്നെയാണ്. എന്നിട്ട് സജിച്ചേട്ടാ ഒരുപാട് ഒരു കാര്യം ഇവിടെ ഒന്ന് പറഞ്ഞോട്ട്, ഇത് കേട്ടപ്പോൾ കുറച്ച് പിള്ളേർ വന്നിരുന്നു ഗസ്റ്റായിട്ട് ഇവിടെ. അപ്പം ചേട്ടൻ ഇവിടെയാണോ, എറണാകുളത്ത് പോകും? ഇടയ്ക്കൊക്കെ പോവും. ഫാമിലി ഉണ്ട്. പല ആൾക്കാരും ഞാൻ ഈ ക്യാമ്പിൽ ഒറ്റക്ക് കാണുമ്പോൾ എല്ലാവരും ഓർക്കും എനിക്ക് കുടുംബമില്ല, ഇവൻ ഏതോ താന്തോന്നിയായിട്ട്. സി പീപ്പിൾ ആർ ജഡ്ജ്മെൻറ്റൽ. ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ ആരെയും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ള എൻ്റെ ഒരു മെസ്സേജാണ്. ആ പയ്യനോട് ചോദിച്ചു, ചേട്ടനപ്പോൾ ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ നിന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ വീട്ടിൽ പ്രശ്നമൊന്നുമില്ല എന്നോട് ചോദ്യം ചോദിച്ചു. ഞാൻ അപ്പോൾ എൻ്റെ വളരെ സിമ്പിളായിട്ടും ഭയങ്കര പൊളൈറ്റായിട്ടൊരു ആൻസർ ഞാൻ പുള്ളിക്ക് കൊടുത്ത്. വർഷങ്ങൾക്ക് മുമ്പൊക്കെ പ്രവാസികൾ എന്ന് പറയുന്ന ആൾക്കാർ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴല്ല, അന്നൊക്കെ 5 കൊല്ലം കഴിയുമ്പോൾ ഒരു ലീവ് കിട്ടണേ. അന്നത്തെ കാലത്ത് സ്വന്തം ഭാര്യയും മക്കളെയോ അല്ലെങ്കിൽ അപ്പനമ്മേനൊക്കെ വിട്ടിട്ട് അവർ പോയി അവിടെ വർക്ക് ചെയ്തിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അവർ ആർക്ക് വേണ്ടി ജീവിച്ചത്? അപ്പം നമ്മളൊരിക്കൽ ജഡ്ജ്മെൻറ്റിലാവരുന്നതാണ്. ഇപ്പം ഞാനിങ്ങനെ ചെയ്യുമ്പോഴും ഐ എം ഏണിങ് സം മണി ആൻഡ് ഐ എം ഫോളോയിങ് മൈ പാഷൻ. അത് പാഷൻ സെല്ല് ചെയ്യാൻ പഠിക്കണം. പാഷൻ മാത്രമാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ പട്ടിണിയിലേക്ക് പോകും. അതിൽ കാര്യമില്ല. നമ്മളെ പാഷനെ കൺവേർട്ടിങ് ഇൻ ടു എ പോസിറ്റീവ് മണി മേക്കിംഗ് ആയിരിക്കണം, നോട്ട് നെഗറ്റീവ്. അപ്പോൾ നമുക്ക് പ്രൊഫഷണൽ ആക്കിക്കൊണ്ട് ആ പാഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും നിൽക്കില്ല, നമുക്ക് മടുക്കില്ല. അപ്പം ഇങ്ങനെ എത്രയായാലും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാലും നമ്മൾ ഇങ്ങനെ അത് പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അത് ഭയങ്കര ഫീലാണ്. അത് ആ ഒരു റിയൽ പാഷൻ തന്നെ ഉണ്ടെങ്കിൽ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഓഫ് റോഡ് ചെയ്യാൻ തന്നെ ഇന്നലെ കുറേ ആൾക്കാർ വന്നില്ലേ, പലരും ഇതൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തവരുണ്ട്, ഒരു സോഷ്യലായിട്ട് മിണ്ടാത്തവരുണ്ട്.
ആക്ച്വലി അവർ സ്റ്റക്കായി പോയതുകൊണ്ടാണ്. അവരുടെ ചുറ്റുപാടിൽ നിന്ന് അവർ വളർന്നു വന്ന സാഹചര്യം കൊണ്ട് അവർ അങ്ങനെ ആയിപ്പോയതാണ്. ഞാൻ എപ്പോഴും ഇന്നും വിചാരിക്കുന്നത് ഒരു മനുഷ്യരും ചീത്തയില്ല, എല്ലാവരും നല്ലവരാണ്. ജനിക്കുന്നവരെല്ലാവരും ജീവിക്കുന്നവരും നല്ലവരാണ്. നമ്മുടെ സറൗണ്ടിങ്സും നമ്മുടെ സിറ്റുവേഷൻസും നമ്മൾക്ക് കിട്ടുന്ന ഓരോരോ ഇമ്പാക്ട്സുകൾ ഇതെല്ലാം ഒരു മനുഷ്യനെ മാറ്റുന്നത്. അപ്പോൾ ഇവരെയൊക്കെ അത് പാഷനുള്ളതും പാഷൻ ഇല്ലാത്ത ആൾക്കാർ ഇവരൊക്കെ ചെറിയ കൺവേർട്ട് ചെയ്യും വന്നു കഴിഞ്ഞാൽ എല്ലാം ചേഞ്ചസ് വരും. അതിൽ ഒറ്റ ഉദാഹരണം, നിങ്ങളുടെ ഒരു സുഹൃത്ത് US സെറ്റിലായ പുള്ളി വന്ന് പറഞ്ഞല്ലോ, എൻ്റെ സുഹൃത്ത് ഈ ഓഫ് റോഡ് കഴിയുമ്പോൾ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ്, ഞാൻ ഇവിടെ വന്നിരുന്നു, ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു, എനിക്ക് ഇന്നന്ന് കുറേ ഭയങ്കര സംഭവങ്ങൾ ഇൻപുട്സ് കിട്ടിയിരുന്നു. സോ വൈ ആ വ്യക്തി ചിലപ്പോൾ നാളെ ഒരു ഓഫ് റോഡ് വണ്ടി എടുക്കാം. തീർച്ചയായിട്ടും. നോട്ട് അബൌട്ട് ഓഫ് റോഡ് വണ്ടി എന്നല്ല, എന്ത് ജീവിതത്തിലെ കാര്യത്തിലും ചില സറൗണ്ടിങ് ചില ആൾക്കാർ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരെ മനസ്സിലാക്കി ഒന്ന് മുമ്പോട്ട് ഒന്ന് പൊക്കി വിട്ടാൽ അവരങ്ങ് പൊങ്ങും. തീർച്ചയായും അവരങ്ങ് നല്ല അടിപൊളിയായിട്ട് ഫയറാവും. യെസ്. അപ്പോൾ ജഡ്ജ്മെൻറ്റിലാവാതിരിക്കുക, മനുഷ്യർ സന്തോഷത്തോടെ എല്ലാവരും ജീവിക്കുക, അത്രേ ഉള്ളൂ. എനിവേ താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.